10-25 വയസ്സായ ഒരു യുവാവ് മരിച്ചുപോയി. വിശ്വാസമൊന്നുമില്ല, അത് ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹരേ രാമ മഹാമന്ത്രം, അതായത് കലിസന്ധരണോപനിഷത്ത് അവിടെ നിന്ന് ജപിക്കാൻ തുടങ്ങി. ആൾക്കാർ വന്ന് കൂടി. അഭേദാനന്ദ ഭാരതി സ്വാമിജിയുടെ കൂടെ ധാരാളം യാത്ര ചെയ്യാനും പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു അനുഭവമില്ല, നടന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടിലെ സ്വാമിജി തമിഴ്നാട്ടിൽ ധാരാളം ഞാൻ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗ്രഹത്തിന്റെ മുൻപിൽ ധാരാളം ആൾക്കാർ കൂടി നിൽക്കുന്നു. എന്താണ് അവിടെ സംഭവം എന്ന് അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു 10-25 വയസ്സായ ഒരു യുവാവ് മരിച്ചുപോയി. നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു മകനേ ഉള്ളൂ. അവരെല്ലാം വളരെ ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, നിങ്ങൾക്ക് നാമജപത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിശ്വാസമൊന്നുമില്ല, അത് ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹരേ രാമ മഹാമന്ത്രം, അതായത് കലിസന്ധരണോപനിഷത്ത് അവിടെ നിന്ന് ജപിക്കാൻ തുടങ്ങി. ആൾക്കാർ വന്ന് കൂടി. അതുകൊണ്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കുറേശ്ശെ കണ്ണുറക്കി പതുക്കെ എണീറ്റ് ഇരുന്നു. അപ്പോൾ ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഇതിൽ വരുമ്പോൾ സന്തോഷം. കാരണം മരിച്ചുപോയ ഒരാൾ തിരിച്ച് ജന്മം കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഗുരുദേവനെ പറ്റി എല്ലാവരും അങ്ങ് മറന്നു. ഗുരുദേവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആളിനെ കാണാനില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ കോടിയർച്ചനകളാണെങ്കിൽ മദ്രാസ്, കോയമ്പത്തൂര്, വെല്ലൂര്, തിരുപ്പത്തൂര്, ഭവാനിയിൽ 3 നദികളുടെ ഒരു സ്ഥലമാണ്. അതായത് കാവേരി, ഭവാനി, താമ്രപുരം, അങ്ങനെ 3 നദിയുടെ സംഗമമാണ്. അവിടെ ഒരു 10-16 കോടിയർച്ചന ഞാൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഭയരാശ്രമത്തിൽ തന്നെ ദശകോടി അർച്ചന, തുളസിപ്പൂ കൊണ്ട് 10 കോടി അർച്ചന. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു 90 ദിവസത്തോളം ഞാൻ അവിടെ അർച്ചനയിൽ ഓരോ ജോലികൾ, വിളക്ക് കത്തിക്കുക, പൂജ കഴിക്കുക, വൈകുന്നേരം ഭജനയ്ക്ക് മൃദംഗം വായിക്കുക, അങ്ങനെയൊക്കെ. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് കൃഷ്ണൻ കുഞ്ഞിന് ഒന്ന് വായിക്കണം, ലീഡ് ചെയ്യണം വിഷ്ണു സഹസ്രനാമം. പക്ഷെ എനിക്കാണെങ്കിൽ അത്ര പ്രാക്ടീസ് ഒന്നുമില്ല. എന്തായാലും എന്നെ കൊണ്ട് അവിടെ ഇരുത്തി വേറൊരാള്, ഞാനവിടെ ഇരുന്നു എൻ്റെ കയ്യിൽ പുസ്തകം തന്നു. ഞാൻ ആദ്യം ശാന്താകാരം ജപിച്ചു തുടങ്ങിയപ്പോൾ ഗുരുദാസൻ ഇരിക്കുന്ന ഒരു സീറ്റ് അപ്പുറത്തുണ്ട്. അവിടെ ഗുരുദാസൻ ഇല്ല. പക്ഷെ അവിടെ നിന്ന് ഒരു സൂര്യപ്രകാശം പോലെ എൻ്റെ ഈ തുടയിലൊന്ന് കുത്തി ആയിട്ട് തോന്നി. എന്നിട്ട് ശരീരം മുഴുക്ക മരവിച്ച് ഒന്നും മിണ്ടാൻ നോക്കില്ല. ശരീരം മുഴുക്ക ഒരു എന്താണ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വായിച്ചു. എങ്ങനെയാണ് വായിച്ചത്? ഇവിടെ കൈ പുസ്തകം ഇങ്ങനെ വയ്ക്കും, അതിങ്ങനെ പൊങ്ങി വരുന്നത് തോന്നും, താഴ്ത്തും, വീണ്ടും. പക്ഷെ 45-50 മിനിറ്റ് കൊണ്ട് മുഴുവൻ വായിച്ചു തീർന്ന് കഴിഞ്ഞപ്പോൾ ആരാണോ അർച്ചനയ്ക്ക് വായിക്കുന്നവരാണ് ദീപാരാധന നടത്തുന്നത്. അപ്പോൾ ഒരു വലിയ ഹാളാണ്. അത്രയും കർപ്പൂരമോ കൊണ്ടുപോകണം. എനിക്കാണെങ്കിൽ എണീറ്റ് നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ദീപാരാധന കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും, ഞാൻ തലയാട്ടി സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു അരമണിക്കൂർ സമയം ആ ശരീരം മുഴുക്ക ഒരു എന്താണ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മരവിപ്പുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അത് കഴിഞ്ഞ് ഗുരുനാഥൻ അവിടെ സത്സംഗാളിലിരുന്ന് പറഞ്ഞു, കൃഷ്ണൻ കുഞ്ഞ് വായിച്ച് നന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗുരുനാഥന്റെ ഒരു അനുഗ്രഹം. അപ്പോൾ അങ്ങനെ കുറെ കോടി അർച്ചനകൾ അനുഭവം പറയാൻ പറഞ്ഞ കുറെ ഉണ്ട്. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയം മുഴുക്ക ഗുരുനാഥന്റെ കൂടെ 40-42 ദിവസത്തെ യാത്ര എൻ്റെ വിവാഹത്തിന് വളരെ മുമ്പ്. അതെങ്ങനെ പോയി, അതിൽ ഒരുപാട് അനുഭവമുണ്ട്. അങ്ങനെ ആ ഗുരുനാഥന്റെ ഒറ്റ അനുഗ്രഹം. പിന്നെ നാമജപത്തിന്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്, കലേർ ദോഷമിതേ രാജൻ അസ്തികേവോ മഹാൻ ഗുണ കീർത്തനാൽ യവ കൃഷ്ണസ്യ മുക്തസംഘ പരംപ്രതിയൽ. നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടും. മാത്രമല്ല ഭഗവാന്റെ ഭാഗത്തിൽ പോകാൻ സാധിക്കുന്നു. അത് ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഇപ്പോഴും നാമജപവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ആരോഗ്യസ്ഥിതി പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ നാമജപത്തിന്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ കാര്യങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ സാധിക്കുന്നത്. അത് ഗുരുകടാക്ഷം തന്നെ, അതിന് സംശയമൊന്നുമില്ല.